അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തി കൂടിയായ ശ്രീ TS ജയചന്ദ്രൻ ബന്ധപ്പെട്ട ഒരുപാട് ത്യാഗം സഹിച്ചതാണ്. പുസ്തകം വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷാജിയണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനും ഷാജിയണ്ണും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയാം. എൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത മകളെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര KNS ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റൽ ബില്ലിന് വെച്ചിരുന്ന 5000 രൂപ എടുത്തോണ്ടാ ഞാനും ഷാജിയണ്ണും കൂടെ കൊല്ലത്ത് പോയി ഈ ലൈബ്രറിക്ക് ആദ്യത്തെ പുസ്തകം വാങ്ങിച്ചത്. ഷാജിയണ്ണ ഓർമ്മയാണ്. ഞാനും ഷാജിയണ്ണും കൂടെ എൻ്റെ വൈഫിന്റെ ഹോസ്പിറ്റൽ ബില്ലിന് ബില്ലടക്കാൻ വെച്ചിരുന്ന പൈസയും എടുത്തുകൊണ്ടാണ് 5000 രൂപ എടുത്തുകൊണ്ടാണ് ഷാജിയണ്ണന്റെ കാര്യം. എനിക്ക് ആ 5000 രൂപയുടെ ചിലവ് ഉണ്ടായിരുന്നുള്ളൂ. ഷാജിയണ്ണ വണ്ടി ഓടിച്ച് അതിന്റെ പെട്രോൾ അടിച്ച് എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. കേരളത്തിന്റെ ബഹുമാനായ ഗതാഗത ഉപമന്ത്രി നമ്മുടെ പ്രിയങ്കനായ MLA ശ്രീ KB ഗണേഷ് കുമാർ അവர்களാണ് എന്താണ് ലൈബ്രറി എന്നും എന്താണ് ലൈബ്രറി പ്രവർത്തനമെന്നും മനസ്സിലാക്കിച്ചു തന്ന് കൂടെ കൊണ്ടു നടന്ന് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഏറെ പ്രിയമുള്ള ഷാജിയണ്ണൻ, കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റായ ഏറെ പ്രിയമുള്ള ഷാജിയണ്ണനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗം, വെട്ടിക്കവല ദേശസേവാ സമിതി വായനശാലയുടെ സെക്രട്ടറി കൂടിയായ ബാലേന്ദ്രൻ, അഡ്വക്കേറ്റ് M ബാലചന്ദ്രൻ, അദ്ദേഹത്തെ നിരവധിയായ പരിപാടികൾക്ക് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. വെട്ടിക്കവലയിൽ ദേശസേവാ സമിതി വായനശാല, വെട്ടിക്കവല ക്ഷേത്രത്തിന് നേരെ എതിര് സ്കൂളിന്റെ തൊട്ടുപുറകിലായി പ്രവർത്തിക്കുന്ന ദേശസേവാ സമിതി വായനശാല, ആ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ള M ബാലചന്ദ്രൻ അവരെ വളരെ സ്നേഹത്തോടെ, ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗം, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ മെമ്പർ അല്ലെങ്കിൽ പോലും നമ്മുടെ വാർഡുകാരിയായ മെമ്പറാണ് പ്രിയമുള്ള ബിന്ദു പ്രസാദ്. നമ്മുടെ നാട്ടുകാരിയായ, നമുക്ക് ഇനി നിരവധിയായ സേവനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായ സേവനങ്ങൾ നമ്മുടെ ബിന്ദു മെമ്പറെ അല്ലെങ്കിൽ നമ്മുടെ ബിന്ദു പ്രസാദിന്റെ സഹായത്തോടു കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ പ്രിയമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു പ്രസാദ് അവരെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പനവേലി പെൻഷൻ ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയായ പ്രമുഖ കവി ശ്രീ രാജൻ താന്നിക്കൽ അവർ ഇന്നിപ്പോ നമ്മൾ ഈ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും ലൈബ്രറി പരിപാടികൾക്ക് സ്വാഗതം പറയുമ്പോൾ കൊടുക്കുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ രാജൻ താന്നിക്കൽ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കരിക്കം ജനകീയ വായനശാലയുടെ പ്രസിഡന്റ്, കരിക്കം ജനകീയ വായനശാലയും തലച്ചിറ PKV വായനശാലയും സദാനന്ദപുരം അച്യുതമേനോൻ ഗ്രന്ഥശാലയും 3 ഗ്രന്ഥശാലകൾ സംയുക്തമായി നിരവധിയായ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രിയമുള്ള സുഹൃത്തു കൂടിയായ ശ്രീ ബിനു മാത്യുവിന് ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ബിനു മാത്യുവിനെ മറക്കാൻ കഴിയില്ല. കാരണം ഈ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം വാങ്ങി മുഴുവൻ കൊടുത്തു തീർത്തിട്ടില്ല ഇതുവരെയും. ഇനിയും ഇത്തിരി പൈസ ബാലൻസ് കൊടുക്കാനുണ്ട്. പ്രിയമുള്ള ബിനു മാത്യുവിനെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് കായികപരമായ, ഇപ്പോ ഇഞ്ചക്കലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ 80% പെൺകുട്ടികളുള്ള നാടാണ് ഈ നാട്. അതിപ്പോ മറ്റെവിടെയും അങ്ങനെ തന്നെയാണ്. കാരണം പെൺകുട്ടികളുടെ എണ്ണത്തിലാണ് വർധനവ്. പുരുഷന്മാരെക്കാൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ്. ഈ ഇഞ്ചക്കലിൽ 80% പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾക്ക് കളിക്കാനൊരു ഇടം വേണ്ടേ? അവർക്ക് കായികപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുനിഞ്ഞിരിക്കുന്ന ആ സമയത്ത് അവർക്ക് ഒന്ന് ഒത്തുചേർന്ന് അവർക്ക് കായികപരമായ അവരെ ശേഷി വികസിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവർക്കും വേണ്ട എക്സസൈസും മറ്റുമൊക്കെ, അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു അവസരം വേണം. ആ അവസരം വേണം എങ്കിൽ നാട്ടിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. സ്വന്തമായി സ്ഥലമുള്ള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രന്ഥശാലകൾക്കും കളിസ്ഥലം നിർമ്മിക്കുവാൻ സർക്കാർ ഉത്തരവിടുന്നു. സ്വന്തമായി സ്ഥലമുള്ള, പ്രത്യേകം അതുകൂടി കേൾക്കണം, ചുമ്മാ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. സ്വന്തമായി സ്ഥലമുള്ള മുഴുവൻ ലൈബ്രറികൾക്കും ഗ്രന്ഥശാലകൾക്കും പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ, പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കളിസ്ഥലം നിർമ്മിച്ചു നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിടുന്നു. അതുപോലെ പല വീടുകളിലുമുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീടുകൾ. ആ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് പകൽ സമയം ആനന്ദകരമാക്കാൻ, അവരുടെ ഒറ്റപ്പെടൽ ഇല്ലായ്മ ചെയ്യുവാൻ, അവർക്ക് ഒത്തുകൂടുവാൻ പകൽ വീടുകൾ ലൈബ്രറി കൗൺസിൽ വഴി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സ്ഥലം വെറുതെ വാങ്ങിച്ചിട്ടേക്കുന്നതല്ല. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഒരു പകൽ വീട് അനുവദിക്കുമ്പോൾ ആ പകൽ വീട് നിർമ്മിക്കാനുള്ള ഇടമായത്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്ത് വിളിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ നിലയിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നീറ്റ് പരീക്ഷയിലൂടെ വെറ്ററിനറി സർജന് അഡ്മിഷൻ ലഭിച്ച അഖിൽ. അവൻ അവിടെ പഠിക്കുക, തൃശ്ശൂരിൽ പഠിക്കുക. ഞാൻ അവനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലേ, 15,000 രൂപ അനുവദിച്ച് ലഭിച്ചിരിക്കുന്നു. ഒരു റഫറൻസ് ലൈബ്രറി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ, നാളെ അവർക്ക് സിവിൽ സർവീസ് അടക്കം നീറ്റ് അടക്കം എഴുതുവാൻ പണം കൊടുത്ത് പുസ്തകം മേടിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് അതിനുതകുന്ന പുസ്തകങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലെ പുസ്തക സ്റ്റാളിൽ നിൽക്കുകയാണ്, ആ പുസ്തകങ്ങൾ ഏതെന്നും പറഞ്ഞു തരിക. അഖിൽ അവൻ പഠിച്ച പുസ്തകങ്ങൾ ഏതെന്നും ഏത് പ്രസാധകന്റെ പുസ്തകം വാങ്ങണമെന്നടക്കം സമയമെടുത്ത് അവിടെ ഇരുന്ന് ഓരോന്ന് കുറിച്ച് ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നു. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് 15,000 രൂപയ്ക്കും അത്തരത്തിലുള്ള മാത്രം പുസ്തകങ്ങൾ വാങ്ങി. ഒരു കഥപുസ്തകവും വാങ്ങിയില്ല. റഫറൻസിന് ആവശ്യമായ, നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ 15,000 രൂപയുടെ പുസ്തകം വാങ്ങി. ഇപ്പോൾ ഇവിടെ ഒരു റഫറൻസ് കോർണർ സെറ്റ് ചെയ്യുമ്പോൾ ആ പുസ്തകങ്ങൾ മാത്രമായിരിക്കും അവിടെ ഉള്ളത്. ആരുടെ വീട്ടിലെയും ആയിക്കോട്ടെ, ഏത് വീട്ടിലെ കുട്ടിയും ആയിക്കോട്ടെ, നമുക്കവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ? അങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ജാതി മത ഭേദമെങ്കിൽ എല്ലാവർക്കും ഒത്തുകൂടാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഴയ ഒരു ചായക്കട സംസ്കാരം, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഞാനും ഷായിജാനും കൃഷ്ണൻകുട്ടിയും സതിയും ജോലിയും എല്ലാവരും അങ്ങനെ അതിന് യാതൊരു വിധമായ വ്യത്യാസമില്ലാതെ ആ ചായക്കട സംസ്കാരത്തിൽ രാവിലെ പോയിരുന്ന് ഒരു ചായയും കുടിച്ച് പത്രവും വായിച്ച് കളിതമാശയും പറഞ്ഞ് അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. ഇന്ന് ആ കാലമൊക്കെ നമുക്ക് അന്യമാവുക. നമ്മൾ ഓരോ ഇടങ്ങളിൽ ചുരുങ്ങി പോവുക. ചിലർ മാത്രമായി, ഇന്ന ആളുകൾ മാത്രമായി എന്ന് നമ്മൾ ചുരുങ്ങി പോകുമ്പോൾ ആ ചുരുങ്ങലുകൾ നമ്മൾക്ക് ഏറ്റവും വലിയ ഏകാന്തതയാണ് നൽകുന്നത്. ആ ഏകാന്തതയിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് മോചനം വേണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കുവാനുള്ള ഇടമുണ്ടാകണം. അത്തരത്തിൽ ഒന്നിച്ചിരിക്കാനുള്ള ഇടമാണ് ഇത്തരമുള്ള ലൈബ്രറികൾ. ആ ലൈബ്രറികളിൽ സ്വന്തം കെട്ടിടത്തിൽ അച്യുതമേനോൻ ഗ്രന്ഥശാല മാറുമ്പോൾ ഒരുപാട് പരാധീനതകൾ നമുക്കുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇഞ്ചക്കൽ ഒരു അംഗൻവാടി ഉണ്ടാക്കിയ ഒരു ചരിത്രമുണ്ട്. ഇഞ്ചക്കൽ ഒരു ട്രാൻസ്ഫോമർ വന്ന ചരിത്രമുണ്ട്. ഇതൊക്കെ ഇറങ്ങി നടന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുപാട് പേരുദോഷങ്ങളൊക്കെ കേൾക്കും. പക്ഷേ ആ പേരുദോഷം പറയുന്നവരോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ പേരുദോഷം പറഞ്ഞ ഒരാളെ തളർത്താതെ, അല്ലെങ്കിൽ ഒരു പക്ഷത്തെ തളർത്താതെ, ആ പ്രവർത്തിക്കുന്നവരെ തളർത്താതെ കഴിയുമെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈയൊടിച്ചു കൊടുത്താൽ ഇന്ന് ചെയ്യുന്നതിന്റെ 4 ഇരട്ടി ചെയ്യാൻ കഴിയും. നമ്മുടെ സ്വന്തം ഇടത്ത്, നേരത്തെ ആ കൂട്ടായ്മ വാടകയിടങ്ങളിലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്വന്തം ഇടത്ത് നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറാൻ പോകുക. എല്ലാ ഇവിടെ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു എഴുത്തുകാരി, നമ്മുടെ ഒരു കൂട്ടുകാരി കൂടിയായ ലേഖ എഴുതിയ ഒരു പുസ്തകം നമ്മുടെ ബഹുമാനായ മന്ത്രി ഇന്നിവിടെ പ്രകാശനം ചെയ്യും. നമ്മുടെ ജില്ലാ താലൂക്ക് ലൈബ്രറി ഒരു ഫോട്ടോ എടുക്കണം. സുല്ലേ, ലേഖ എടുത്തു തന്നു. നമ്മുടെ പ്രിയമുള്ള ലേഖ എഴുതിയ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് ബഹുമാനായ മന്ത്രി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ A.S. ഷാജി അവർക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. 3 പുസ്തകം പ്രിന്റിംഗ് ആയിട്ടുണ്ട്. അത് ഒന്നിച്ച് പ്രകാശനം ചെയ്യുകയാണ്. ഒന്ന് കൈയടിച്ച് നല്ല ഏടി. ബഹുമാന്യ യോഗത്തിന്റെ അധ്യക്ഷൻ, വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ജോയ് ജെയിംസ്, സെക്രട്ടറി ശ്രീ T.S. ജയചന്ദ്രൻ, യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബിന്ദു പ്രസാദ്, ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ A.S. ഷാജി അവറുകൾ, ശ്രീ അഡ്വക്കേറ്റ് M. ബാലചന്ദ്രൻ, ശ്രീ ബിനു മാത്യു, ശ്രീ രാജൻ ടാനിക്കൽ, ശ്രീമതി ലേഖ, ശ്രീമതി സജിത, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്നതിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, കുഞ്ഞുമക്കളെ, സുഹൃത്തുക്കളെ, നമുക്കിന്ന് അച്യുതമേനോൻ ഗ്രന്ഥശാല, അതിനെക്കുറിച്ച് വളരെ മനോഹരമായി ജയചന്ദ്രൻ ഒരു നല്ല പ്രഭാഷണം നടത്തുകയുണ്ടായി. കാരണം അച്യുതമേനോൻ എന്ന് പറയുന്നത് CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും മാന്യ വ്യക്തികളിൽ ഒരാളാണ്. മാന്യ വ്യക്തിത്വം ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, വളരെ ചെറുതായിരിക്കും. വളരെ പ്രൗഢമായ ഒരു തറവാടിയായിട്ടുള്ളൊരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രഗത്ഭനായിരുന്നു. അതിലുപരി കേരളത്തിൽ രാജേന്ദ്രൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരുപാട് വലിയ പദ്ധതികളുണ്ട്. അതിൽ ലക്ഷം വീട് പദ്ധതിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. ശ്രീ M. ഗോവിന്ദൻ നായർ ആയിരുന്നു അന്ന് ആ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആശയമാണ് അതാണ്. നമ്മുടെ എല്ലാ പാർട്ടികളിലും ഒരുപാട് ആദർശമുള്ള മാന്യ വ്യക്തികളുണ്ടായിരുന്നു. അത് മഹാത്മാഗാന്ധിയിൽ തുടങ്ങി ജവഹർലാൽ നെഹ്റു, അംബേദ്കറും APJ അബ്ദുൽ കലാമും അച്യുതമേനോനും PKV യും
PKV സാറുമായിട്ടൊക്കെ വളരെ അടുത്ത്, ഞാൻ കൊച്ചു പയ്യനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഞാൻ ഒരുമിച്ച് എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ്. ഞങ്ങളെപ്പോഴും ആ വീട്ടിൽ പോവുകയും അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധം, വളരെ ലാളിത്യമുള്ള ജീവിതം, ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു ലാളിത്യമുള്ള ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയിൽ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ ഉള്ള ആളുകൾ, കണ്ടുപഠിക്കാൻ നമുക്ക് അനുകരിക്കാൻ കഴിയാത്ത ചില വ്യക്തിത്വങ്ങൾ. ഇപ്പോൾ പ്രേം നസീർ എന്ന് പറഞ്ഞാൽ, പ്രേം നസീർ ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ഏത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, അത് ഏത് പാർട്ടിയാണെന്നുള്ളതല്ല. പ്രേം നസീർ എന്ന വ്യക്തിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള അദ്ദേഹത്തിൻ്റെ അനുകമ്പ, അദ്ദേഹത്തിൻ്റെ മതേതര വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ഒരാളാണ്. ഞാൻ പ്രേം നസീറിനെ അടുത്ത് കണ്ടിട്ടുണ്ട്, അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. മാത്രമല്ല ഞാനുമായിട്ട് വളരെ സൗഹൃദത്തോടെ പലപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. ജയേന്ദ്രൻ പറഞ്ഞു കുനിഞ്ഞിരിക്കുന്ന ഒരു തലമുറയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത് ദേശീയഗാനം കേട്ടാൽ പോലും കുനിഞ്ഞിരിക്കുന്നവരെ കാലമാണ്. ദേശീയഗാനം പാടിയാലും ഇങ്ങനെ വന്നിടയും എന്തിനാണെന്ന് തോന്നുന്നു. ആരെങ്കിലും കുറ്റം, ചില ആളുകൾ ഇവിടെ കാണാം മുഖത്ത് നോക്കത്തില്ല. നമ്മളത് വരുന്നവരുണ്ട് പോകുന്നവരുണ്ട്, സായിക്കറി ആരാന്ന് മുഖത്ത് നോക്കത്തില്ല, തല പൊക്കത്തുമില്ല. ദേശീയഗാനം പാടിയാലും കുനിഞ്ഞിരിക്കും, ദേശഭക്തി ഗാനം പാടിയാലും കുനിഞ്ഞിരിക്കും. ഇവിടെ പ്രാർത്ഥന പാടിയവൻ പറഞ്ഞു മനസ്സ് നന്നാവട്ടെ, മനസ്സ് നന്നാവട്ടെ, മനസ്സ് നന്നാവട്ടെ. മനസ്സ് നന്നാവണമെങ്കിൽ കുനിഞ്ഞിരുന്നാൽ പറ്റത്തില്ല, കണ്ണ് തുറന്നു വെച്ച് നോക്കണം, നമ്മുടെ ചുറ്റും നടക്കുന്നവരെ കാണണം, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണണം, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യനെ കാണണം, മൃഗങ്ങളെ കാണണം, ഈ പ്രകൃതിയെ കാണണം, പൂത്തു നിൽക്കുന്ന മരം കാണണം, വിഷുവിന് പൂക്കുന്ന വിഷുക്കണി കാണുന്ന മരം, വിഷുക്കൊന്ന കാണണം. ഇതെല്ലാം കണ്ണ് തുറന്ന് കാണണം. കുനിഞ്ഞിരുന്ന ഇതൊന്നും കാണാനില്ല. ഇതെല്ലാം എല്ലാത്തിനെയും ഫോട്ടോ അതിനകത്തുണ്ട്, ഫേസ്ബുക്കിൽ കിട്ടും, അതൊക്കെ എല്ലാത്തിൻ്റെ ഉണ്ട്. പക്ഷേ അത് ആവശ്യത്തിന് വിവരം അറിയാൻ മാത്രമാണ് ലോകത്തെ എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് ആളുകളെ അസുലഭ്യം പറയാനാണ്. ആളുകളെ പറ്റി എന്ത് വൃത്തികേടും പറയാൻ ഈ സാധനത്തിൽ കൂടെ പറ്റും. പക്ഷേ തിരുത്താനും പറ്റത്തില്ല, ആർക്കും ചോദിക്കാനും പറയാൻ ആളില്ല എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. മൊബൈൽ ഫോണിലോട്ട് തുറന്നു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും ആർക്കും എന്ത് വൃത്തികേടും പറയാം. ഒരു പെറ്റി കേസ് പോലും കൊടുക്കാനൊക്കത്തില്ല, എടുക്കാനൊക്കത്തില്ല. അതിന് നിയമമില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞത്. ഈ ശാസ്ത്രം ഇത്രയും വളർന്ന് ഈ കുന്ത്രാണ്ടം വന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകാൻ അറിഞ്ഞിട്ട് ഒരു നിയമം നിർമ്മിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു കല്യാണത്തിന് ഇപ്പോൾ ഒരു വിധത്തിൽ വിടത്തില്ല. തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് ഒരാൾ എൻ്റെ പുറകേ കൂടി, നമ്മുടെ വെട്ടിക്കോല പഞ്ചായത്താണ്, പുറകെ കൂടിയിട്ട് പറഞ്ഞു ഇത്തവണ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഞാൻ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഈ കല്യാണ സ്ഥലത്ത് നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളുടെ സ്ഥലത്തോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും, താങ്കൾ ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തനം എനിക്ക് വേണ്ടി ആരംഭിക്കുമ്പോൾ അത്രയും സ്നേഹമുള്ള ആൾ ആദ്യം ഇറങ്ങണ്ടേ, ആദ്യം ഇറങ്ങി പ്രവർത്തനം ആരംഭിക്കും, ഞാനും കൂടെ വന്നേക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ കൂടെ ചെല്ലാൻ പറ്റും, ഒരു എല്ലായിടത്തും ഓടി ചെല്ലുമ്പം അവിടെ അത്രയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം അവരിറങ്ങി അങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കണം, അല്ലയോ? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലും. ഇത് അഭിപ്രായം പറയാൻ 100 ആളുകളാണ്. നമ്മൾ ഒരു കാര്യം, ജയന്തൻ ഒരു വിഷമം തോന്നണ്ട, നിങ്ങളൊരു വായനശാല ഉണ്ടാക്കി അതിനൊരു ബിൽഡിങ് കെട്ടി അത് ഉദ്ഘാടനം ചെയ്ത് നല്ല ചുവരിലെല്ലാം മനോഹരമായ മഹാന്മാരുടെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ച് നമ്മൾ നിൽക്കുമ്പോൾ പലരും കൊഞ്ഞനും കുത്തി കാണിക്കും. ഒന്നും ചെയ്യാത്തവനെ ആരും ഒന്നും പറയത്തില്ല. എന്തെങ്കിലും ചെയ്യുന്നവനെ മാത്രമേ ചീത്ത പറയൂ ആൾക്കാർ, അല്ലാതെ കായുള്ള മരത്തിലെ കല്ലെറിയും നമ്മുടെ നാട്ടിൽ പറയില്ല. അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജയന്തൻ ഇത് മാത്രമാണോ? ആ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര കെട്ടിടങ്ങൾ എന്നെ കൊണ്ട് തന്നെ വാങ്ങിയെടുത്തിട്ടുണ്ട്, എത്ര അതെന്താ അഭിമാനത്തോട് പറയണ്ടേ? ഈ ജയന്തൻ അതിനു വേണ്ടി സദാനന്ദ സ്കൂളിന് വേണ്ടി എന്തുമാത്രം പാടുപെടും. ഞാൻ എപ്പോഴും ആലോചിക്കും, രാഷ്ട്രീയമൊന്നും അല്ലത്, അതൊരു വ്യക്തിയുടെ മനസ്സിൻ്റെ താരം. ഞാൻ അവിടെ ചെല്ലുന്ന കാലം തൊട്ട് ആദ്യത്തെ കെട്ടിടം വയ്ക്കാൻ ഞാനാണ് ചെല്ലുന്നത്, MLA 1. അന്ന് പോലെ ജയേന്ദ്രൻ ക്യാമറയായിട്ട് ഫോട്ടോ എടുക്കും, എൻ്റെ കൂടെ അത് പറയും ഇത് പറയും, എല്ലാ കാര്യങ്ങളും ഫോട്ടോ എടുക്കുന്നത് ജയേന്ദ്രൻ തന്നെ, PTA പ്രസിഡന്റ് ജയേന്ദ്രൻ തന്നെ, കാര്യങ്ങൾ പറയുന്നത് ജയേന്ദ്രൻ തന്നെ. അങ്ങനെ ഒരാൾ എടുക്കുന്ന താല്പര്യം സദാനന്ദ സ്കൂളിൻ്റെ വളർച്ചയിൽ നിങ്ങളെ ഒരു പങ്ക് ഞാൻ ജയേന്ദ്രൻ മറക്കുന്നില്ല. ഞാനൊരു സഹോദരൻ്റെ സ്ഥാനത്ത് എന്ന് പറയാം, മറക്കാൻ പറ്റാത്തതാണ്. കാരണം എത്ര കിട്ടിയാലും വീണ്ടും അത് വേണം ഇത് വേണം എന്നുള്ള കാര്യം എന്നെ കണ്ട് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതെന്നറിയാം, നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അഭിമാനത്തോടെ പറയാം, 56 സ്കൂളുകളാണ് ഇന്നലെ എനിക്ക് ലഭിച്ച ഒരു സർക്കാരിൻ്റെ 2 സ്കൂളുകൾ ഉത്തരവ് കണക്ക്. വെട്ടിക്കോല പഞ്ചായത്തിലെ പാലമുക്ക് സ്കൂളിനും പൈസ അനുഭവിച്ചിട്ടുണ്ട്. 1,27-23 ലക്ഷം രൂപ അനുഭവിച്ചിട്ടുണ്ട്. പാലമുക്ക് സ്കൂൾ അൺഫിറ്റായിട്ട് നിൽക്കുകയാണ്. ഇതടക്കം 56 സ്കൂളുകൾ ഗണേഷ് കുമാർ എന്ന MLAക്ക് കഴിഞ്ഞ 12 വർഷം കൊണ്ട് 10 വർഷം പിണറായി വിജയൻ്റെ 2 സർക്കാരുകളും പിന്നെ അതിന് മുമ്പ് ഞാൻ തുടങ്ങി വെച്ച MLA ഫണ്ടിൽ, സാധാരണ സ്കൂളിലൊക്കെ നമ്മൾ അന്നാണ് തുടങ്ങുന്നത്, ആദ്യം MLA ഫണ്ടിൽ നിന്ന് തുടങ്ങുന്നത്. 56 സ്കൂളുകൾ ഒരു മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. 44 എണ്ണം തീർന്നു, 42 എണ്ണം കൂടെ 46 അംഗൻവാടി ചക്കുവരയ്ക്കലടക്കം ഇപ്പം കൊടുത്തിട്ടുണ്ട്. 46 അംഗൻവാടി MLA ഫണ്ടിൽ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ. അതുപോലെ വായനശാലകൾ ഇന്ന് വരെ സ്വന്തം സ്ഥലവുമായി വായനശാല വേണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ബിനുവിന് കൊടുക്കും, കാരണം ബിനുവിന് സ്ഥലം കിട്ടാത്ത കഥ ജയേന്ദ്രൻ പറഞ്ഞു. കാരണം ജയേന്ദ്രൻ ഈ സ്ഥലം ഉണ്ടായിക്കൊണ്ട് ഞാൻ ഇന്നും ചോദിക്കും, ജയേന്ദ്രൻ സ്ഥലമായോ ഉടൻ കൊടുക്കും. കാരണം വെച്ചാൽ വായനശാല എന്ന് പറയുന്നത്
ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇവിടെ രണ്ട് മൂന്ന് വായനശാലകൾ ചേർന്ന മത്സരങ്ങൾ, ഞാൻ ഷാജിയുടെ വായനശാലയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഒരു മത്സരമാണ്. കാരണം വെച്ചാൽ വായിച്ച പുസ്തകത്തിൽ നിന്നും അവലോകനം ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾ എഴുതുകയാണ്. ആ പുസ്തകത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, തിരിച്ചറിവെന്നൊരു സംഭവമുണ്ട്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ മുതിർന്ന അമ്മമാരൊക്കെ ഇരിക്കുന്നത് അറിഞ്ഞൂടെ, നല്ലതും ചീത്തയും നിങ്ങൾക്കെല്ലാം തിരിച്ചറിയാം. കാരണം വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണ് ആ അച്ഛനമ്മമാർ വളർത്തി അന്നത്തെ കാലത്ത്. നല്ലൊരു വായനശാലയായി പ്രവർത്തിക്കാൻ, ഒരു ഇടുങ്ങിയ സൗകര്യത്തിൽ ഇത്ര നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വായനശാലയ്ക്ക് ഈ പൂർണ്ണമായ നല്ല സൗകര്യത്തിൽ അതിഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ ഇവിടെ അനുവാദത്തോടുകൂടി ഈ സർവോപരി എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് മുന്നുകൊണ്ട് ഈ വായനശാല എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഇനി ഏറ്റവും പ്രധാനമായി ഇനിയും രണ്ടുപേരെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ഈ കെട്ടിടം പണിഞ്ഞ് പൂർത്തീകരിച്ചു വന്ന നമ്മുടെ പ്രിയമുള്ള കോൺട്രാക്ടർ പകൽ വന്നിട്ട് പോയി. പിന്നെ മറ്റൊരാൾ, നമുക്ക് ഈ ഇടം ചെറിയ വിലയ്ക്ക് ഈ ഇടം നൽകിയ പാലുവിളയിലെ റോസമാമ വിളിച്ചിരുന്നതാണ്, വരാമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേരും വന്നില്ല. അവർക്ക് രണ്ടുപേർക്കുമുള്ള ആദരവ് വീടുകളിൽ എത്തിച്ച് നൽകും എന്നറിയിക്കുകയാണ്. കൂടാതെ എല്ലാവരോടും നന്ദി പറയുന്നത് മാത്രമല്ല, കൂടെ നിന്ന് ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒപ്പം ചങ്കുറപ്പോടുകൂടി കൂടെ നിന്ന് സഹായിച്ച ചില ആളുകളുണ്ട്. പേരൊന്നും പറയുന്നില്ല, പേര് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചില പേരുകൾ വിട്ടുപോകും. അവരുടെയൊക്കെ ആ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നമുക്ക് ഒരു പേര് ഞാൻ എടുത്തു പറയും, വേറെ ആരുമല്ല, ഏറ്റവും പ്രായമുള്ള ഒരു മനുഷ്യൻ, 75 വയസ്സ് പ്രായമുള്ള ഈ ലൈബ്രറി ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ അപ്പന്റെ കൂട്ടുകാരൻ എൻ്റെ ഒപ്പം ചേർന്ന് നിന്നു, മണിയണ്ണൻ. ആ പേര് എനിക്ക് പറയാതെ ഇരിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ അപ്പന്റെ കൂട്ടുകാരന്, ആ അപ്പന്റെ കൂട്ടുകാരൻ എൻ്റെ ഒപ്പം മരിച്ചിട്ട് 10-14 വർഷമായി. ഇന്നും എന്നൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ബാക്കി എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്.